കണ്ണൂരിൽ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കർഷകൻ മരിച്ചു. ചെറുപുഴ സ്വദേശി ഏലിയാസ് അമ്പാട്ടാണ് മരിച്ചത്. കീടനാശിനി കഴിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. മികച്ച കർഷകനുള്ള പുരസ്കാരമടക്കം നേടിയ കർഷകനായിരുന്നു ഏലിയാസ്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11 വൈകിട്ടാണ് ഏലിയാസ് അമ്പാട്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വെച്ച് കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം കൃഷി നടത്തുന്നത്. വർഷങ്ങളായി തന്നെ വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ സംഭവം. കടുത്ത കടബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും അടക്കം പറയുന്നത്. 30 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ സഹകരണ ബാങ്കുകളിൽ നിന്നും വ്യക്തിഗതമായിട്ടും അദ്ദേഹം വായ്പകൾ എടുത്തിരുന്നു. പലപ്പോഴും ഈ പണം റോള് ചെയ്തായിരുന്നു അദ്ദേഹം കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. കൃഷി പലപ്പോഴും നഷ്ടമാവുമെങ്കിലും വില കുറയുമ്പോഴൊക്കെ കടുത്ത ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വിഷമം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത് താങ്ങാനാവാതെ അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഏകദേശം 30 ലക്ഷത്തിലധികം ഉണ്ട് അവന് കടം. ഒരു ദിവസം പള്ളിയിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പിന്നെ അവൻ പലരോടും ഇങ്ങനെ വായ്പ മേടിച്ചും തിരിച്ചും മറിച്ചും മേടിക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നിരവധി അവാർഡുകളടക്കം കിട്ടിയിട്ടുള്ള ഒരു മികച്ച കർഷകനാണ് ഏലിയാസ് അമ്പാട്ട്. ഇവിടെ ഈ ചെറുപുഴയിൽ അദ്ദേഹത്തെ ഇടവരമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു സാധാരണ കർഷക കുടുംബമാണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. മക്കൾ തന്നെ ഒരു മോനുള്ളത്. അവൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മാലിയിൽ പോയി തിരിച്ചേറെ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പ്രാപ്തിയുള്ള കുടുംബമല്ല. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. മുഖ്യമന്ത്രിയുടെ നിന്നടക്കം അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു സാധാരണ കർഷകനായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ കേരളത്തിൽ ഒരു കർഷകൻ കൂടി സാമ്പത്തിക ബാധ്യതയിൽ കടബാധ്യത കാരണം ജീവനൊടുക്കേണ്ടി വരുന്നു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.